ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജു സ്റ്റിച്ചിങ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ബോട്ട് നെക്ക് വരുന്ന ഇതേപോലത്തെ ഒരു അംബ്രല്ല കട്ട് ഫ്രോക്ക് തയ്ക്കുന്നതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഫ്രണ്ട് വശവും ബാക്ക് വശവും നമ്മൾ സെപ്പറേറ്റ് ഇട്ടാണ് കട്ട് ചെയ്യുന്നത്. ആദ്യമേ ഫ്രണ്ട് വശം കട്ട് ചെയ്യുന്നതിനായിട്ട് ഇതേപോലെ വണ്ണത്തിൻ്റെ 4+1 ഇഞ്ച് 32 ഇഞ്ച് വണ്ണമാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ 4+2 ഇഞ്ച് ആകുമ്പോൾ 10 ഇഞ്ച് 10 ഇഞ്ച് ഇട്ടുകൊണ്ട് തുണി ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിടുക. ഇത് ഫ്രണ്ട് ഭാഗത്തേക്കാണ്. ലെങ്ത് നമ്മൾ പറഞ്ഞിരുന്നത് 13.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ചേർത്ത് 14.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഷോൾഡർ പറയുന്നത് വണ്ണത്തിൻ്റെ 6/1 ഷോൾഡർ എടുക്കുന്നത്. 32ൻ്റെ 6/1 എന്ന് പറയുമ്പോൾ 5.5 ഇഞ്ച്. നമ്മൾ ബോട്ട് നെക്കാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബോട്ട് നെക്കിനാകുമ്പോൾ ഷോൾഡറിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി കൂട്ടുക. 5.5യുടെ കൂടെ 1.5 ഇഞ്ച് കൂടെ ചേർത്ത് 7 ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ മൊത്തം മാർക്ക് ചെയ്യേണ്ടത്. ഇനി കൈക്കുഴി നമ്മൾ അതേ അളവ് തന്നെയാണ് കൈക്കുഴി മാർക്ക് ചെയ്യുന്നത്. 7 ഇഞ്ച് തന്നെ കൈക്കുഴിയും മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ലെങ്ത് പറഞ്ഞിരുന്നത് 14.5 ഇഞ്ചാണ്. ഈ 14.5 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ച് മുകളിലോട്ട് ഷേപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുക. ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗത്ത് ബോഡി പാർട്ടിൻ്റെ താഴ്ഭാഗം ഇതേപോലെ 1/2 ഇഞ്ച് പൊക്കി ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബോഡി പാർട്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്ത് ഫ്രണ്ടിനേക്ക് വെട്ടിയെടുക്കാം. ഇനി കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യാനായിട്ട് ഷോൾഡറിൽ നിന്ന് 7 ഇഞ്ച് എടുത്ത ഷോൾഡറിൽ നിന്ന് 2.5 ഇഞ്ച് വിട്ടെടുക്കുക. അപ്പോൾ ബാലൻസ് വരുന്ന 4.5 ഇഞ്ചാണ് നമ്മുടെ കഴുത്തിൻ്റെ അകലം എന്ന് പറയുന്നത്. കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്തത് 3.5 ഇഞ്ചാണ്. നമുക്ക് ടോട്ടൽ ലെങ്ത് വരേണ്ടത്, കഴുത്തിൻ്റെ ഇറക്കം വരേണ്ടത് 6 ഇഞ്ചായിരുന്നു. നമുക്കൊരു ഹോളും കൂടിയാണ് വരേണ്ടത്. ബോട്ട് നെക്കാണ് നമ്മൾ അതുകൊണ്ട് ഇതിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കഴുത്തിൻ്റെ ഇറക്കം 3.5 ഇഞ്ച് നിർത്തി 4.5 ഇഞ്ച് കഴുത്തകലത്തിൽ നിന്ന് കഴുത്തിൻ്റെ ഇറക്കം 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കഴുത്ത് ബോട്ട് നെക്ക് പോലെ വരച്ചെടുക്കുക. ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ ചരിവിന് കൊടുക്കുക. ഇനി നമുക്ക് ഈ 3.5 ഇഞ്ച് നിർത്തി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കഴുത്ത് ഷോൾഡർ ചരിവ് ഉൾപ്പെടെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൊത്തം കഴുത്തിൻ്റെ ഇറക്കം വരേണ്ടത് 6 ഇഞ്ചാണ്. അപ്പോൾ അതിനകത്ത് നിർത്തിക്കൊണ്ട് ഈ ബോട്ട് നെക്ക് നമ്മൾ വെട്ടിയെടുത്തെടുത്ത് താഴോട്ട് 1/2 ഇഞ്ച് നിർത്തി ഇതേപോലൊരു ഹോള് മാർക്ക് ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ എടുത്തിരിക്കുന്ന ഹോള് ഇതേപോലെ നീട്ടുള്ളൊരു ഹോളാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് മഴത്തുള്ളിയോ അല്ലെ ഏത് ഡയമണ്ടോ ഏത് ഷേപ്പ് വേണം ആ ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കഴുത്തിൻ്റെ ഇറക്കം ടോട്ടലി വരേണ്ടത് എത്രയാണെന്ന് നോക്കിക്കൊണ്ട് വേണം നമ്മൾ ഇതേപോലൊന്ന് കഴുത്ത് ഈ വരേണ്ട ഹോളുകൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഫ്രണ്ട് വശത്തെ പാർട്ട് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്ക് വശത്തെ പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ ഓപ്പൺ വരുന്ന ഭാഗം രണ്ടായിട്ട് മടക്കിയിടുക. ബാക്കിൽ സിബ് വരുന്നത് കൊണ്ടാണ് ഓപ്പൺ വരുന്ന ഭാഗത്തോട്ട് കഴുത്തിൻ്റെ മടക്ക് ഭാഗം ഫ്രണ്ട് വശത്തത് വെച്ചിരിക്കുന്നത്. നമ്മൾ നോർമലി എടുക്കുന്ന വണ്ണം തന്നെയാണ്. വണ്ണം 10 പറഞ്ഞിരുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ നമ്മുടെ സിബ് ചേർക്കേണ്ട 1/2 ഇഞ്ച് ഭാഗം മടക്ക് വശത്ത് നമ്മൾ ഫ്രണ്ട് വശത്തെ പാർട്ട് എടുത്ത് വെക്കുന്ന സമയത്ത് ഓപ്പൺ വരുന്ന ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് തള്ളി ഇട്ടിട്ട് വേണം ഇതേപോലെ കഴുത്ത് ഭാഗം വെച്ച് കൊടുക്കാൻ. അത് സിബ് വെക്കേണ്ടത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ 1/2 ഇഞ്ച് തള്ളി ഇട്ടുകൊണ്ട് മടക്ക് ഭാഗം വെച്ചുകൊണ്ട് ഇതേപോലെ തന്നെ ഷോൾഡർ, കഴുത്തകലം, കൈക്കുഴി എന്നിവ മാർക്ക് ചെയ്യുക. ബാക്ക് എഴുത്തും നമ്മൾ 3.5 ഇഞ്ച് തന്നെയാണ് എടുത്തിരുന്നത്. അത് തന്നെ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഡാട്ട് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് വശത്തേക്കുള്ള ഡാട്ട് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വണ്ണത്തിൻ്റെ 10+1 ഇഞ്ച് 32 പറഞ്ഞിരുന്നത്. അതിൻ്റെ 10 3.2 അതിൻ്റെ കൂടെ 5 കൂടെ ചേർക്കുമ്പോൾ 3.7 അത് മാർക്ക് ചെയ്യുക. അവിടുന്ന് മുകളിലോട്ട് എടുക്കേണ്ട ഡാട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഡാട്ട് പോയിൻ്റ്, അതായത് നിബിൾ പോയിൻ്റ് വരുന്നത് 32 ഇഞ്ച് വണ്ണമുള്ള ഒരു കുട്ടിക്ക് നിബിൾ പോയിൻ്റ് വന്നത് 9.5 ഇഞ്ചായിരുന്നു. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ചേർത്ത് 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ 10 ഇഞ്ച് ലെങ്ത് വരെ നമ്മൾ എടുത്ത ഡാട്ട് പോയിൻറ്റിൽ നിന്ന്, അതായത് 3.7 മാർക്ക് ചെയ്തെടുത്ത് നിന്ന് മുകളിലോട്ട് ഡാട്ടിൻ്റെ ലെങ്ത് വരുന്നത് ഇതേപോലെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് ഫ്രണ്ട് വശവും ബാക്ക് വശവും എടുക്കാം. ഇനി താഴോട്ട് വരുന്ന സ്കേർട്ടിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത്, ലെങ്ത് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആകെ ലെങ്ത് മൈനസ് ബോഡി ലെങ്ത് പ്ലസ് വണ്ണത്തിൻ്റെ 8+1 ഇഞ്ച്. നമ്മൾ കണക്ക് ഫ്രണ്ടിൽ കൊടുത്തിരുന്ന ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് നോക്കുക. അതായത് നമുക്ക് കിട്ടുന്നത് 34 ഇഞ്ചാണ് കിട്ടുന്നത്. 34 ഇഞ്ച് ഇട്ട് തുണി 4ആയിട്ട് മടക്കി വെക്കുക. നമ്മുടെ ഈ വലതുവശത്തെ കൈഭാഗം ഇരിക്കുന്നിടത്ത് നമുക്ക് വന്നിരിക്കുന്നത് 2 മടക്കും 4 ഓപ്പൺ വരുന്ന ഭാഗമാണ് ഈ വലത് കൈയുടെ ഭാഗത്ത്
തിരിക്കുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ ക്രോസ് ആയിട്ട് ഇട്ടിരിക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ നമ്മൾ ഈ മൂലഭാഗം വരുന്ന സമയത്ത് എടുത്ത് നോക്കേണ്ടത് 2 മടക്ക് ഭാഗവും 4 ഓപ്പൺ വശവും ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് അമ്പർലാടെ ആ ഒരു സ്കേർട്ട് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ മൂലഭാഗത്ത് നമ്മൾ 2 ഓപ്പണും 2 മടക്ക് ഭാഗവും 4 ഓപ്പൺ വശവും ഉണ്ടോ എന്ന് നോക്കുക. ഇനി അവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ആ മൂലഭാഗത്ത് നിന്ന് മാർക്ക് ചെയ്യേണ്ട വണ്ണത്തിൻ്റെ 8/1 വണ്ണം എന്ന് പറയുമ്പോൾ 32, അതിൻ്റെ 8/1 എന്ന് പറയുമ്പോൾ 4 ഇഞ്ച്. ആ 4 ഇഞ്ച് ഇതേപോലെ ആ മൂലഭാഗത്ത് നിന്ന് കർവായിട്ട് വരച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് മൊത്തം ലെങ്ത് പറഞ്ഞിരുന്നത് 34 ഇഞ്ചാണ്. അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 34 ഇഞ്ചിട്ട് ഇതേപോലെ ടേപ്പ് മാറ്റി ഇതേപോലൊന്ന് കർവ് വരച്ചു കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് താഴ്ഭാഗത്തേക്കുള്ള സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. അംബ്രല്ല കട്ട് ഫ്രോക്കിൻ്റെ താഴ്ഭാഗവും നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതിന് ലൈനിങ്ങിനകത്താണ് എടുത്തിരുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് നല്ല തുണിക്കകത്തോട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല തുണിക്കകത്തോട്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് സ്കേർട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കാട്ടിലും 1.5 ഇഞ്ചും കൂടി അധികം ഇട്ടുകൊണ്ട് വേണം നല്ല തുണിക്കകത്ത് കട്ട് ചെയ്തെടുക്കാൻ. 5 മീറ്റർ തുണിയിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സ്കേർട്ടിൻ്റെ കർവ് ഭാഗം വരുന്നിടത്ത് വണ്ണം അളന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 16 ഇഞ്ചാണ്. നമ്മുടെ ഇടവശത്തെ വണ്ണം പറഞ്ഞിരിക്കുന്നത് 28 ഇഞ്ചാണ് മൊത്തം. നമുക്കിത് കിട്ടിയിരിക്കുന്നത് തയ്യൽ തുമ്പ് സഹിതം നമുക്ക് കിട്ടിയിരിക്കുന്നത് 16 32 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഫ്രണ്ട് വശവും ബാക്ക് വശവും ആകുമ്പോൾ 32 ഇഞ്ച് കിട്ടിയിരിക്കും.